പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചുവരുന്ന മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടും പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 27 പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. കമ്പിളികണ്ടത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. സാമൂഹിക, സാംസ്കാരിക, സാമുദായിക സംഘടനകൾ പരിപാടിയുടെ ഭാഗമാകും. പാറത്തോട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും മദ്യം മയക്കുമരുന്ന് മാഫിയകൾ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്നും ഇത് പ്രദേശത്തെ ആളുകളുടെ സ്വൈര്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നുമാണ് പാറത്തോട് ജനകീയ സമിതിയുടെ ആരോപണം. പാറത്തോട് പള്ളിവക പൂതാളിയിലെ കുരിശ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതും തുടർ സംഭവങ്ങളും ഇതിനുദാഹരണമായി സമിതി ചൂണ്ടിക്കാണിക്കുന്നു. മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുമാണ് പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 27 പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ കുരിശ് അതുപോലെയുള്ള മതസ്ഥാപനങ്ങളുടെ സംഭവങ്ങൾ ആക്രമിക്കുക ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പാറത്തോടിനെ സംബന്ധിച്ച് നിലവിൽ സ്വൈര്യ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് അതിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം പോലും ടൗണിൽ കൂടെ ഉണ്ട്. അതുപോലെ പാറത്തോട് കമ്പിളികണ്ടം മേഖലയിലൊക്കെ ഈ മയക്കുമരുന്നിൻ്റെയും MDMA ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. എല്ലാവരും അത് പോലീസിനോട് ചോദിച്ചു കഴിയുമ്പോൾ എക്സൈസിനോട് ചോദിച്ചു കഴിയുമ്പോൾ അത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ നോക്കിയാൽ നടക്കില്ല, നിങ്ങൾ നാട്ടുകാർ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഭാഗത്ത് സംസാരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം നാട്ടുകാർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് എന്താ വെച്ചാൽ നമുക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അത് കഴിഞ്ഞു വരുന്ന അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനകത്ത് ആരാണോ നിലവിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവരെ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ പോലീസിൻ്റെ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ഗൗരവമായ ഇതിന് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ജനകീയ സമിതിക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു നടത്തം എന്ന് വെച്ചാൽ ഇത് ഈ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച വെച്ചിരിക്കുന്നു. ഗവൺമെൻറ് കുറച്ചുകൂടെ ശക്തമായ നിയമ നടപടികൾ അതുപോലെ തന്നെ ഇത് നിയന്ത്രിക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക, അത് ആവശ്യപ്പെടുക എന്നത് നമുക്ക് ഇതുപോലെയുള്ള ഒരു രാത്രി നടത്തത്തിൻ്റെ ഉദ്ദേശമാണ്. ഗവൺമെൻറ് ഗൗരവമായ നടപടിയെടുക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ജാഗ്രതയിൽ ഉണ്ടാകുമ്പോൾ സാമൂഹ്യത്തിന്മയെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. അത് ജാതി മതഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരുടെയും ആവശ്യമായതുകൊണ്ട് എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു പൊതു പ്രതിഷേധമാണ് വെള്ളിയാഴ്ച 27-ാം തീയതി 6 മണിക്ക് കമ്പിളികണ്ടം. 27 വൈകിട്ട് 6 കമ്പിളികണ്ടത്ത് നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. പ്രതിഷേധ സൂചകമായി ദീപം തെളിയിച്ച് രാത്രി നടത്തം സംഘടിപ്പിക്കും. പാറത്തോട് കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യവും ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. കമ്പിളികണ്ടത്ത് നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. സാമൂഹിക, സാംസ്കാരിക, സാമുദായിക സംഘടനകൾ പരിപാടിയിൽ ഭാഗമാകുമെന്ന് ജനകീയ സമിതി മുഖ്യ രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കുച്ചുപുരയ്ക്കൽ, ചെയർമാൻ രാജു വീട്ടിക്കൽ, ബിജു വള്ളോംപുരയിടം, ജോസഫ് സേവ്യർ എന്നിവർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.